السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك عليه وعلى آله. يا صاحب الوقت أخطب بكم نيابة عنكم وأضع جبهتي تحت قدميكم. اللهم صل وسلم وبارك عليه وعلى آله. ബഹുമാനികളെ, സുന്നത്തി ജമാഅത്തിൻ്റെ ശത്രുക്കളിൽപ്പെട്ട കുരുവട്ടൂരികൾ പലപ്പോഴും പല അബദ്ധങ്ങളും പറയാറുണ്ട്. കിതാബുകളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല, തസവുഫിനെക്കുറിച്ച് തീരെ അറിയില്ല. അങ്ങനെയുള്ള ഒരു വിഭാഗം അറിവില്ലായ്മയും അഹങ്കാരവും കൂടി ഉൾച്ചേരുമ്പോൾ ഉണ്ടായിത്തീരുന്ന ഏറ്റവും വലിയ അപകടങ്ങളും അബദ്ധങ്ങളുമാണ് കുരുവട്ടൂരികളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒതുക്കങ്ങളിൽ വെച്ച് നടന്ന അവരുടെ പരിപാടികൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന അപകടങ്ങളാണ് അതിലുള്ളത്. സാധാരണ പറയാറുള്ള കളവുകൾ 90% അത് ആവർത്തിക്കുകയാണ് ചെയ്തത്. അതാണ് അവരുടെ ഏറ്റവും വലിയ തന്ത്രവും. അതാണ് വേറൊന്നും പറയാനില്ലാതിരിക്കുമ്പോൾ പറഞ്ഞ കളവുകളെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ കാര്യമായിട്ട് മൗലവി പറഞ്ഞ ഒരു വിഷയമുണ്ട്, അതുമാത്രം ഇന്ന് സൂചിപ്പിച്ച് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നും കാര്യമായിട്ടില്ല. സാധാരണ നമ്മൾ 2-3 നടക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് ആണ് തീർക്കലാണ്. കാരണം അത്രയേ ഉണ്ടാവുള്ളൂ. ഒരു പരിപാടി നടന്നു കഴിഞ്ഞാൽ 4 മണിക്കൂറോ 6 മണിക്കൂറോ ഒക്കെ പ്രസംഗിച്ചാൽ ഒന്നും ഉണ്ടാവില്ല, പുതിയതായിട്ടൊന്നും ഉണ്ടാവില്ല, പഴയതിങ്ങനെ ആവർത്തിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു മഹാ അബദ്ധം, അത് അബദ്ധം എന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൂടാ, അറിവില്ലായ്മയും അഹങ്കാരവും ചേർന്നുകൊണ്ട് അതിലൂടെ ഉണ്ടായ ഒരു ഭീകരൻ അബദ്ധം. അതാണ് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനനാമവുമായി ബന്ധപ്പെട്ട് മൗലവി പറഞ്ഞത്. അതിലൂടെ അദ്ദേഹം വിവരമില്ല എന്നതിൻ്റെ കൂടെ വിവരമുള്ള മഹാന്മാരായ നമ്മുടെ ഉലമാ, ബഹർ പോലുള്ള നമ്മുടെ ആലിമീങ്ങളുടെ വിവരം, ആ വിവരത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ലാത്ത മൗലവി പക്ഷേ തൻ്റെ അജ്ഞതയിലൂടെ വലിയ വലിയ പണ്ഡിതന്മാരെ അധിക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും അവരെ നിസ്സാരപ്പെടുത്തുകയും ചെയ്യാൻ മാത്രമുള്ള അഹങ്കാരമാണ് ഇദ്ദേഹത്തിലുള്ളത്. ആ അഹങ്കാരം ഒരാളിൽ ഉണ്ടായാൽ അദ്ദേഹം പിന്നെ നന്നായി കിട്ടുക എന്നുള്ളത് പ്രയാസമാണ്. ഇബ്ലീസ് എങ്ങനെയാ മോശമായി പോയത്? അവൻ്റെ അഹങ്കാരം കൊണ്ടാണ്. ആ അഹങ്കാരം ഒരാളിൽ ഉണ്ടായാൽ അവൻ പിന്നെ നന്നാവുക എന്നത് വളരെ പ്രയാസമാണ്. ആ അഹങ്കാരത്തോടുകൂടെ അറിവില്ലായ്മയും കൂടി ഉണ്ടായാലോ വളരെ അപകടമാണ്. അപ്പം ഞാൻ കൂടുതലായിട്ട് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മൗലവി പറഞ്ഞ ആ വിവരക്കേടൊന്നും ആദ്യം കേൾക്കാം. നമ്മൾ തസവുഫ് സമ്മേളനത്തിൽ ജോറായി പ്രസംഗിക്കാൻ വന്ന ആൾക്ക് ഒരു വലിയന്റെ ലഖബ് അലമ് പോലും അറിയുന്നില്ല. ഒരു വലിയന്റെ ലഖബ് അലമ് പോലും അറിയുന്നില്ല. നമ്മുടെ തസവുഫ് സമ്മേളനത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ട് പറയണം, ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അബുൽ ഇൽമൈൻ, അബുൽ അലമൈൻ, അവിടുത്തെ ലഖബലം ഈ 2 രൂപത്തിലും ഇമാമുകൾ പരിചയപ്പെടുത്തിയ ഒരു ലഖബലമാണ്, ഒരു സ്ഥാനപ്പേരാണ്. അത് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം വായിക്കുന്ന ഏത് വിദ്യാർത്ഥിക്കും അറിയുന്നതാണ്. കാരണം ആ പേര് പറഞ്ഞിടത്തൊക്കെ ഇമാമുകൾ വിശദീകരിച്ചു അബുൽ ഇൽമൈൻ എന്ന് വായിക്കാം, അതിന് കാരണമുണ്ട്. അബുൽ അലമൈൻ എന്നും ആ പേരിനെ വായിക്കാം, അതിനും കാരണമുണ്ട് എന്ന് പറഞ്ഞ് ഇമാമുകൾ വിശദീകരിച്ചതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളുടെ ചരിത്രം എത്രയോ കിതാബുകളിലുണ്ട്. നൂറുൽ അബ്സ്വാറിലുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ തർജുമ പറയുന്ന എത്ര കിതാബുകളുണ്ട്. മഹാന്മാരായ അയിമ്മത്തുകൾ എഴുതി വെച്ചതുണ്ട്, നമ്മുടെ കേരളക്കാരായ പണ്ഡിതന്മാർ എഴുതിയതുണ്ട്, മലയാളത്തിൽ എഴുതിയതുണ്ട്. അങ്ങനെ ധാരാളം കിതാബുകളുണ്ട്. അത് വായിക്കുന്ന ഏത് വായനാശീലമുള്ള ഏത് ചരിത്രാന്വേഷിക്കും അവരുടെ മനസ്സിലൊക്കെ ഉള്ളൊരു ചരിത്രമാണിത്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ചരിത്രം, റിഫായി ശൈഖ് തങ്ങളുടെ ചരിത്രം വർഷാവർഷം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്.
അപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ആ പേര് പറയുന്നിടത്ത് കിതാബുകളിൽ ഈ രണ്ട് പ്രയോഗവും അബുൽ ഇൽമൈൻ എന്നതും അബുൽ അലമീൻ എന്നതും പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണവും അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സാധു മൗലവി ഇയാൾ കിതാബ് കണ്ടിട്ടില്ല, മലയാള പുസ്തകം വായിക്കാറില്ല, ഒന്നുമില്ല, ഒരു പടുജാഹിലാണല്ലോ ഈ മൗലവി. അപ്പം ഇദ്ദേഹത്തെ ഈ കോലത്തിൽ കുരങ്ങ് കളിപ്പിക്കുന്ന ആരോ ഉണ്ട് അക്കൂട്ടത്തിൽ. ഞാൻ മനസ്സിലാക്കുന്നു അവിടെ മൈക്ക് കിട്ടാത്ത കുറച്ച് ആളുകളുണ്ട്, അവരായിരിക്കാം ഇയാളിങ്ങനെ കുരങ്ങ് കളിപ്പിക്കുന്നത്. കാരണം ഈ മൗലവിക്ക് നൗഷാദ് എന്ന് പറയുന്ന സാധനത്തിന് കിതാബ് മറിച്ചു നോക്കാൻ അറിയില്ല, മര്യാദയ്ക്ക് ഫേലും ഫായിലും തിരിയൂല, അങ്ങനെയുള്ള ഒരു മഹാജാഹിലാണ് ഇദ്ദേഹം. അപ്പം ഇദ്ദേഹത്തെ ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കുന്ന ആരോ ഒരാൾ അക്കൂട്ടത്തിലുണ്ട്. കാരണം ഈ ഒരു മഹാജഹാലത്ത് ബഹുമാനപ്പെട്ട കൊട്ടൂക്കര സാദി ഉസ്താദ് മർക്കസ് സഖാഫത്തി സുന്നയിലെ പ്രധാനപ്പെട്ട മുദരിസാൻ ഉസ്താദ് അവർകൾ അവിടുത്തെ വിശാലമായ അറിവ് വെച്ചുകൊണ്ടുള്ള ഒരു വിഷയാവതരണമാണ് തസവുഫ് സമ്മേളനത്തിൽ നടത്തിയത്. അത് കിതാബുകൾ വെച്ചുകൊണ്ട് കിതാബിൻ്റെ ഇബാറത്ത് വായിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കൊട്ടൂക്കര ഉസ്താദ് അവിടെ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കിതാബൊന്നും കണ്ടിട്ടില്ല. നമ്മൾ തന്നെ സംസാരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കിതാബിൻ്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ മൗലവിക്ക് ആ കിതാബ് തന്നെ അറിയില്ല. ആ കിതാബിൻ്റെ പേര് പറഞ്ഞാൽ പിന്നെ അത് പറഞ്ഞിട്ട് മൗലവി എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കും. അപ്പോൾ അതാണ് ഇയാളുടെ അവസ്ഥ. എന്നാൽ ബഹുമാനപ്പെട്ട സാദി ഉസ്താദിനെ പോലുള്ള വലിയ വലിയ ആലിമീങ്ങൾ പറയുന്നത് കിതാബിൻ്റെ ഇബാറത്ത് വായിച്ചുകൊണ്ടാണ് സാദി ഉസ്താദ് പറയുന്നത്. പക്ഷേ ആ കിതാബിൻ്റെ ഇബാറത്ത് പോയിട്ട് കിതാബിൻ്റെ പേര് പോലും അറിയാത്ത ഈ നൗഷാദിനോട് കൂട്ടത്തിലുള്ള അദ്ദേഹത്തോട് വല്ലാത്ത വെറുപ്പ് സൂക്ഷിക്കുന്ന ആരോ ഒരാളുണ്ട് അവിടെ. കാരണം അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പൊട്ടത്തരങ്ങൾ പറയുന്നത്. പൊട്ടത്തരെന്ന് മാത്രമല്ല, അറിവില്ലായ്മയും ഉളുപ്പില്ലായ്മയും കൂടി ഉണ്ടാകണം. എന്നാലേ ഈ മഹാവിവരക്കേട് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ പേരിൽ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് ആരോ ഒരാൾ അബുൽ അലമൈനി എന്ന് പറയുന്ന ഭാഗം മാത്രം കാണിച്ചു കൊടുത്തിട്ട് അത് വലിയ തെറ്റാണ്, വലിയ അബദ്ധമാണ്, അവരാ കിതാബ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് പ്രസംഗിക്കണം എന്ന് പറഞ്ഞു കൊടുത്ത് വിട്ടതാണ്. കാരണം ആ പറഞ്ഞു വിട്ടവനറിയാം അതിൻ്റെ പിറ്റേന്ന് നമ്മളത് പിടികൂടുന്നറിയാം. അങ്ങനെ പിടികൂടി നൗഷാദിനെ അങ്ങനെ ഫ്രൈ ചെയ്യുന്നത് കാണാൻ കാത്തിരിക്കുന്നവർ അക്കൂട്ടത്തിലുണ്ട്. അദ്ദേഹമാണ് ഈ നൗഷാദിനെ ഇങ്ങനെ വിട്ട് പൊട്ടൻ കളിപ്പിക്കുന്നത്. ഇയാൾ പറയട്ടെ. ഇന്നലെ ഞാൻ തസവുഫ് സമ്മേളനം ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോ റിഫായി ഷെയ്ഖിനെ സംബന്ധിച്ച് പറയാണ്. റിഫായി ഷെയ്ഖിന് നമ്മളൊക്കെ പറയുന്നൊരു പേരില്ലേ, അബുൽ അലമൈൻ. ആ പേര് ഇയാൾ വായിക്കുന്ന എങ്ങനെയാണെന്നറിയോ? അബുൽ ഇൽമൈൻ. അപ്പൊ എന്താണ്, ഒരു വലിയന്റെ സ്ഥാനപ്പേര് പോലും വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താണ് കേസ്? ഇപ്പം എന്താണ്? അബുൽ ഇൽമൈൻ എന്ന് വായിച്ചു. അങ്ങനെ വായിക്കാൻ പാടില്ല, അത് വലിയ തെറ്റാണ് എന്നൊക്കെയാണ് ഈ മൗലവി പറയുന്നത്. എന്തൊരു അഹങ്കാരം, എന്തൊരു അഹങ്കാരം ആലോചിച്ച് നോക്ക് നിങ്ങൾ. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. അണുമണി തൂക്കം കിബറുള്ളവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് അല്ലേ. അപ്പം ഇയാൾ തസവുഫ് സമ്മേളനം കേട്ടു എന്നാണ് പറയുന്നത്. നല്ല നിൽക്കൊന്ന് കേട്ടുകൂടായിരുന്നോ മൗലവി? നന്നാകണമെന്ന് ആഗ്രഹിച്ച് കേട്ടുകൂടായിരുന്നോ? ബഹുമാനപ്പെട്ട റഈസുൽ ഉലമയടക്കം ഞങ്ങളെ വലിയ വലിയ ആലിമീങ്ങൾ പങ്കെടുത്ത് ഗഹനമായ വിഷയാവതരണങ്ങൾ നടന്ന പ്രൗഢമായ ഞങ്ങളുടെ സമ്മേളനം അത് കേട്ടു എന്ന് പറഞ്ഞത് ശരിയാണെങ്കിൽ, നല്ല മനസ്സോടെ കേട്ടിരുന്നെങ്കിൽ താങ്കളുടെ എല്ലാ അഹങ്കാരവും എല്ലാ അജ്ഞതയും താങ്കളിൽ നിന്ന് അത് ഉരുകി ഒലിക്കാൻ മാത്രമുള്ള നല്ല ഗഹനമായ പഠനാർഹമായ ഇഖ്ലാസുള്ള നല്ല പരിപാടിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തന്നെ നേരിട്ട് ഖുർആൻ കേട്ട അബൂജഹലിന് നന്നാകാൻ യോഗ്യമുണ്ടായില്ല, അബൂലഹബിന് ഭാഗ്യമുണ്ടായില്ല. അതുപോലെ താങ്കൾക്കും തസവുഫ് സമ്മേളനം കേട്ടു എന്നിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല. ആ അറിവുകളിൽ തന്നെയാണുള്ളത്. അപ്പോൾ അബുൽ ഇൽമൈൻ എന്ന് വായിച്ചത് തെറ്റാണ് പോൽ. നമുക്ക് നോക്കാം എന്താണ് ഇമാമുകൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞതെന്ന്. മൗലവി തന്നെ പറയട്ടെ. റിഫായി ഷെയ്ഖിന്റെ വലിയ മഹത്തായിട്ട് നമ്മളെ മശായിഖന്മാരെ സദസ്സിലൊക്കെ ഇരുന്ന ആൾക്കാർ ഇത് എത്രയോ കേട്ടിട്ടുണ്ടാവും. വലിയ ഇവരാണ് ആര്? അതിബ്ബാഉൽ ഖുലൂബ്.
കണ്ടില്ലേ, ഈ മൗലവിൻ്റെ വിവരക്കേട്, ആ വിവരക്കേടാണ് വലിയ ഒരു മഹത്തായിട്ട് പറയുന്നത്. ഇവരെ മശായിഖന്മാരെന്ന് പറയുന്ന ആ മൗലവിമാരുടെ സദസ്സിൽ പോയിരുന്നാൽ അബുൽ ആലമൈന് മാത്രം കേൾക്കും, അബുൽ ഇൽമൈന് കേൾക്കൂല. കാരണം അത് അറിയൂല. അറിഞ്ഞെങ്കിലല്ലേ മൗലവി അത് കേൾക്കാൻ കഴിയുള്ളൂ. അവർക്ക് പറയണമെങ്കിൽ അറിയണ്ടേ, കിതാബ് നോക്കി പഠിച്ചാലല്ലേ വിവരം കിട്ടുള്ളൂ. ആ വിവരമില്ലായ്മയല്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ അലങ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറിവില്ലായ്മയും അഹങ്കാരവും ചേരാം. എന്താണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ? എന്താണ്? ബത്തറുൽ ഹഖ് വഅംതുന്നാസ്, സത്യം മൂടിവെക്കുകയും ജനങ്ങളെ നിസ്സാരപ്പെടുത്തുകയും ചെയ്യുന്നതിനാണ് കിബർ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട കുട്ടൂക്കർ ഉസ്താദിനെ പോലുള്ള വലിയ വലിയ ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തുക, അതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരായ ഉലമാഇനെ നിസ്സാരപ്പെടുത്തുക, അത് കിബറിൻ്റെ അടയാളമാണ്. ആ കിബറാണ് താങ്കളിൽ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഹാന്മാരായ നമ്മുടെ ഉലമാ കിതാബ് മറിച്ച് വായിച്ച് വിശദീകരിക്കുന്ന ഒരു കാര്യം, ആ കിതാബിൻ്റെ പുറംചട്ട പോലും കാണാൻ ഭാഗ്യമില്ലാത്ത ഈ മൗലവി വന്ന് അതിനെ പരസ്യമായി അവഹേളിക്കുകയാണ്. പരസ്യമായിട്ട് അവഹേളിക്കുകയാണ്. കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചുകൂടെ മൗലവി? അതിനുള്ള ഒരു ഈമാനെങ്കിലും കാണിച്ചുകൂടെ താങ്കൾക്ക്? അബുൽ ആലമൈനി എന്ന് കണ്ടിട്ടുണ്ട്, അബുൽ ഇൽമൈനി എന്ന് എവിടെയെങ്കിലും ഉണ്ടോ എന്ന ഒരു അന്വേഷണം നടത്തിക്കൂടായിരുന്നോ? അറിവില്ലായ്മയുടെ മരുന്ന് എന്ന് പറയുന്നത് അന്വേഷണമാണ്, പഠനമാണ്. ആ പഠിക്കാൻ തയ്യാറായിക്കൂടായിരുന്നോ താങ്കൾക്ക്? അതിന് പകരം അങ്ങനെ ഒന്നില്ല, അബുൽ ഇൽമൈനി എന്ന് ആ സ്ഥാനപ്പേരിനെ വായിക്കാൻ പാടില്ല. അങ്ങനെ വായിക്കുന്നത് മഹാവിഡിത്തമാണ്. എന്നിട്ട് തസവുഫിനെ കുറിച്ച് ഒന്നും അറിയാത്തവരാണ് എന്നൊക്കെ പറയുന്നത് അറിവുകേടിൻ്റെ ആഴമല്ലേ കാണിക്കുന്നത്? മഹാന്മാരായ ഇമാമുകളൊക്കെ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ അത് വിശദമായിട്ട് പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇബാറത്തടക്കം വായിച്ച് കാണിച്ചു തരാം. ഇങ്ങനെ വിവരമില്ലായ്മ ഒരു അലങ്കാരമാക്കി കൊണ്ട് നടക്കാൻ പാടുണ്ടോ? ഒന്ന് കേട്ടു നോക്കുങ്ങൾ ഇന്നലത്തെ പ്രസംഗം. അങ്ങനെ ഇതെന്താ അബുൽ ഇൽമൈൻ എന്നാണ് പേര്. ഈ അബുൽ ഇൽമൈൻ എന്നുള്ള പേര് ആര് കൊടുത്തതാണ്? അവിടത്തെ ഷെയ്ഖുണ്ട്, ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി തങ്ങളെ ഷെയ്ഖ് അബുൽ ഫളിൽ അലിയുൽ വാസുത്തി എന്നുള്ളവരാണ് അവരുടെ പ്രധാന ഷെയ്ഖ്. അവിടത്തെ ഖാലുണ്ട്, അമ്മാവൻ. അപ്പോൾ അവിടുത്തെ ഷെയ്ഖ് കൊടുത്ത പ്രധാന പേരാണ് അബുൽ ഇൽമൈൻ. എന്ത് ഇൽമൈൻ? എന്താ റിഫായി ഷെയ്ഖിന്റെ സ്ഥാനപ്പേര്? അബുൽ ആലമൈൻ. അതല്ലേ നമ്മൾ പാടുന്നത്? എന്ത് അബുൽ ഇൽമൈൻ? ഇയാൾ കണ്ടിട്ടില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇയാൾ ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കുന്ന ഒരാൾ അക്കൂട്ടത്തിലുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടുപ്പുങ്കലുകൾ മാത്രമാണല്ലോ ഈ മൈക്കിൻ്റെ മുമ്പിൽ കാണുന്നത്. അപ്പുറത്ത് കുറേ ആളുകൾ കുപ്പായക്കെട്ട് ഇങ്ങനെ ആ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കാറുണ്ട്. ആ സ്റ്റേജ് മാത്രമേ കാണുള്ളൂ, പുറത്ത് സദസ്സ് കാണൂല, കാരണം ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു 5-8 അവിടെ ഇങ്ങനെ ഇരിക്കും, എപ്പോഴും കുപ്പായൊക്കെ മാറ്റി ഇങ്ങനെ വന്നിരിക്കും. പക്ഷെ അറ്റിങ്ങൾക്ക് മൈക്ക് കൊടുക്കൂല. അങ്ങനത്തെ ഏതോ ഒരുത്തൻ ഈ നൗഷാദിനെ നന്നായിട്ട് കുരങ്ങ് കളിപ്പിക്കുന്നുണ്ട്. നൗഷാദിന് അറിവില്ല, അയാൾക്ക് കിതാബ് തിരിയൂല, ഫീലും ഫായിലും തിരിയൂല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ നൗഷാദിനെ നന്നായിട്ട് പറഞ്ഞ് പറ്റിക്കുന്നുണ്ട്. കാരണം ഈ മഹാമണ്ഡത്തരം എഴുന്നള്ളിച്ചാൽ നമ്മൾ നന്നായിട്ട് പിടിച്ച് കൈകാര്യം ചെയ്യും എന്ന് നന്നായിട്ട് അറിയുന്ന ഒരുത്തൻ നൗഷാദിനെ കുരങ്ങ് കളിപ്പിക്കുന്നുണ്ട്. അത് ഏതായാലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നൗഷാദ് ആണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും കാട്ടാൻ പാടില്ല. നൗഷാദ് നിങ്ങളെ കൂട്ടത്തിൽ ഒരു ജാഹിലാണ് എന്ന് കരുതി നൗഷാദിനെ ഇങ്ങനെ ഈ രൂപത്തിൽ വട്ടം കറക്കാൻ പാടില്ല. ഇടിവെട്ടിയവൻ്റെ മേൽ പാമ്പും കടിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ ആകാൻ പാടില്ലല്ലോ. നൗഷാദ് പണ്ടേ നമ്മുടെ ഉലമ എല്ലാം മാറ്റി പുറത്താക്കി അവൻ്റെ ദീനും ദുനിയാവും ഒക്കെ നശിച്ചു പോയവനാണ്. അങ്ങനെ നശിച്ചു പോയി നിൽക്കുന്ന ഒരുത്തനെ ഇങ്ങനെ പിന്നെയും കുരങ്ങ് കളിപ്പിക്കാൻ പാടുണ്ടോ? പാടില്ല. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അറിവില്ലായ്മ എന്നത് ഒരു കുറ്റമല്ല. പക്ഷേ ജഹല് മുറക്കബാകാൻ പാടില്ല. അറിയാത്ത കാര്യം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മനസ്സിലാക്കി വെക്കുന്നതിനാണ് ജഹല് മുറക്കബ് എന്ന് പറയാം. സങ്കീർണമായ അജ്ഞത. ആ സങ്കീർണ അജ്ഞതയിലാണ് നൗഷാദ് ഉള്ളത്. ഏറ്റവും ചുരുങ്ങിയത് അറിയില്ല എന്ന വിവരെങ്കിലും വേണ്ടേ? നിസ്ഫുൽ ഇൽമി ലാ അദ്രി എന്നല്ലേ മൗലവി?
കിതാബ് തിരിയാതെ നൗഷാദെ ആരാ നിന്നോട് ഈ പണിക്ക് നിൽക്കാൻ പറഞ്ഞത്? ഞങ്ങൾ വലിയ വലിയ ഉലമാ പറഞ്ഞ വിഷയം അവരൊരു കിതാബിന്റെ ഇബാറത്ത് വായിച്ചാൽ അത് 100 കണക്കിന് കിതാബുകളിൽ ഉണ്ടാകുന്ന ആദ്യം മനസ്സിലാക്കി വെക്കണം. നീ അവർ കണ്ട കിതാബിന്റെ പുറംചട്ട പോലും കണ്ടിട്ടില്ല താങ്കൾ. എന്നിട്ട് ഞങ്ങളുടെ ഔദ്യോഗികമായ തസവൂഫ് സമ്മേളനം ഇവിടെ കേരളക്കരയിൽ പ്രൗഢമായ എത്ര സമ്മേളനം നടന്നു. ഈ കഴിഞ്ഞ കുറഞ്ഞ കാലയളവിനുള്ളിൽ എത്ര സമ്മേളനം നടന്നു? ഫിഖ്ഹ് സമ്മേളനം നടന്നു, തഫ്സീർ സമ്മേളനം, ഖുർആൻ സമ്മേളനം നടന്നു, ഹദീസ് സമ്മേളനം നടന്നു, തസവൂഫ് സമ്മേളനം നടന്നു. ഇങ്ങനെ ഗഹനമായ വിഷയാവതരണത്തോടുകൂടെ പ്രൗഢമായ സമ്മേളനം സംഘടിപ്പിക്കാൻ നല്ല കനപ്പെട്ട ഉലമാക്കൾക്കല്ലാതെ സാധിക്കൂല. അങ്ങനെ തസവൂഫ് സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് താങ്കളുടെ ഈ പരിമിതമായ അറിവ് വെച്ചിട്ട് അറിവില്ലായ്മ അലങ്കാരമാക്കിയ താങ്കൾ ഞങ്ങളെ മഹത്തുക്കളായ ഉലമാഇനെ ഇങ്ങനെ അവഹേളിക്കാൻ താങ്കളുടെ മനസ്സിലുള്ള അഹങ്കാരമല്ലേ പ്രചോദിപ്പിച്ചിട്ടുണ്ടാവുന്നത്? ആര് പറഞ്ഞു കിതാബ് അറിയാതെ ഈ പണിക്ക് നിൽക്കാൻ? നോക്കിക്കോ, കിതാബ് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്ന കിതാബാണ്. എത്ര കിതാബ് വേണം? എത്ര കിതാബ് വേണം? നിന്ന നിൽപ്പിൽ എനിക്ക് നിരവധി കിതാബുകൾ വായിക്കാൻ കഴിയും. നോക്ക്, ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം പറയാം. വകാന ശൈഖ് അബുൽ ഫضൽ അലിയുൽ വാസിതി, ബഹുമാനപ്പെട്ട ശൈഖ് അബുൽ ഫضൽ അലിയുൽ വാസിതി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ മുഹദ്ദിസൻ വശൈഖൻ ഫീ സമാനിഹി, തൻ്റെ കാലഘട്ടത്തിലെ വലിയ മുഹദ്ദിസും വലിയ ഷെയ്ഖുമായിരുന്നു. ഖദ് അജാസൽ ഇമാം അഹ്മദ് റിഫാഇ വഹുവ ഫിൽ 20 മിൻ ഉംരിഹി, 20 വയസ്സ് പ്രായമായപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫാഇ ഷെയ്ഖ് തങ്ങൾക്ക് ഇജാസത്ത് നൽകി. ഇജാസത്തൻ ആമ്മത്തൻ ബിക്കുല്ലി ഉലൂമി ശരീഅ, ആമായ ഇജാസത്ത്. ആമായ ഇജാസത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ സ്വന്തം ജീവിതത്തിൽ നൽകാനുള്ള ഇജാസത്ത് നൽകും. ഖാസ്വായ ഇജാസത്ത്, ആമായ ഇജാസത്ത് എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാം, അതോടൊപ്പം മറ്റുള്ളവർക്ക് ആ ഇജാസത്ത് നൽകുകയും ചെയ്യാം. അങ്ങനെയുള്ള ആമായ ഇജാസത്ത് നൽകി. ബിക്കുല്ലി ഉലൂമി ശരീഅത്തി വത്വരീഖത്തി, ശരീഅത്തിൻ്റെയും ത്വരീഖത്തിൻ്റെയും ഇൽമ്, ഇത് രണ്ടും മേളിച്ചതുകൊണ്ട് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു 20 വയസ്സായപ്പോൾ തന്നെ അവിടുത്തെ ശൈഖ് ഇജാസത്ത് നൽകി. വലഖബഹു ബി അബിൽ ഇൽമൈൻ, ബഹുമാനപ്പെട്ടവർക്ക് ലഖബ് ആലം നൽകി. എന്താണ്? ബി അബിൽ ഇൽമൈൻ, അബുൽ ഇൽമൈൻ എന്ന സ്ഥാനപ്പേര് നൽകി. അബുൽ ഇൽമൈൻ എന്ന് പറഞ്ഞാൽ അയല്ലാഹിരി വൽ ബാത്തിനി, ബാഹ്യമായ അറിവും ആന്തരികമായ അറിവും നൽകി. വലാകിന്നഹും ഇസ്തസ്ഹലൂഹാ വഖാലു അബുൽ ആലമീൻ, അബുൽ ആലമീൻ എന്നും പണ്ഡിതന്മാരെ ആ പേരിനെ വായിച്ചിട്ടുണ്ട്. പക്ഷേ ലാക്കിന്നൽ അസുല, പക്ഷേ അസുല അടിസ്ഥാനപരമായി അബുൽ ഇൽമൈൻ എന്നാണത് വായിക്കൽ. എന്താ കാരണം? ലിഅന്ന മഅഹു ശരീഅത വൽ ഹഖീഖത, ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ ഹഖീഖത്തിൻ്റെയും ശരീഅത്തിൻ്റെയും 2 ഇൽമുമുണ്ട്. വമഅഹു ളാഹിറു വമഅഹു ളാഹിറ വൽ ബാത്തിന, അതോടൊപ്പം ളാഹിറായ ഇൽമും ബാത്തിനായ ഇൽമും ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളുടെ സമീപമുണ്ട്, അവിടെ നിന്ന് നേടിയിട്ടുണ്ട്. വകാന മുഹദ്ദിസൻ ഫഖീഹൻ മുഫസ്സിറൻ സൂഫിയൻ വഖാരിഅ, ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ ഹദീസ് പണ്ഡിതനായിരുന്നു, ഫഖീഹായിരുന്നു, അതുപോലെ തഫ്സീറിൻ്റെ മേഖലയിൽ അവഗാഹം നേടിയ പണ്ഡിതനാണ്. അതോടൊപ്പം ആധ്യാത്മിക മേഖലയിൽ വലിയ ചക്രവാളങ്ങൾ കീഴടക്കിയ സൂഫിയായിരുന്നു. വഖാരിഅൻ, വിശുദ്ധ ഖുർആൻ തജ്വീദ് പ്രകാരം ഓതാൻ കഴിവുള്ള ആ ഖിറാഅത്തിൻ്റെ ഉലൂമുകളെല്ലാം സമ്മേളിച്ച, അപ്പോൾ എല്ലാ അറിവുകളും നേടിയ മഹാപണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ തസവ്വുഫിൻ്റെ ഇൽമും ബാത്തുനിയായ ഇൽമും ളാഹിരിയായ ഇൽമും എല്ലാം ഒരുമിച്ച് കൂടിയതുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് പേര് നൽകിയതാണ് അബുൽ ഇൽമൈൻ. ഇത് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറയുന്ന കിതാബിലുണ്ട്. എവിടെന്നാണ് ഔഷാദെ നീ ചരിത്രം പഠിച്ചത്? എവിടെന്നാണ് ഈ തസവ്വുഫ് പഠിച്ചത്? ആരാ താങ്കൾ ഈ കോലത്തിൽ വിഡ്ഢിവേഷം കെട്ടിക്കുന്നത്? ആരാ? താങ്കൾക്ക് അറിവില്ല എന്ന് നന്നായി അറിയുന്ന ഒരാളെ കൂട്ടത്തിൽ നിന്ന് താങ്കളെ ഈ വിഡ്ഢിവേഷം കെട്ടിപ്പിക്കുന്നു സ്ഥിരമായിട്ട്. എന്തിനതിന് നിന്നു കൊടുക്കണം? എന്തിന് ഇങ്ങനെ വഷളാകാൻ പോകണം? കിതാബ് കണ്ടിട്ടില്ലെങ്കിൽ മിണ്ടാതിരുന്നാ പോരെ മൗലവി? ഞങ്ങളെ ഉലമാഇനെ ചോദ്യം ചെയ്യാൻ താങ്കൾ വളർന്നിട്ടില്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൂടെ മൗലവി? ഇങ്ങനെയുണ്ടാകുമോ ഒരറിവുകേട്?
റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയാത്തവരാരാണുണ്ടാവുക? മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ചരിത്രം അറിയാത്തവരാരാണ്ടാവുക? ചെറിയ വായനയുള്ളവർക്ക്, ചെറിയ ചരിത്രബോധമുള്ളവർക്ക് ആ കാര്യമില്ലേ? ആ കാര്യം അറിയില്ലേ? റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്ന എല്ലാ കിതാബുകളിലും ഇമാമുകൾ ഈ ചർച്ച കൊണ്ടുവന്നിട്ടില്ലേ? അവിടുത്തെ ലഖബ് അത് അബുൽ ഇൽമൈനി എന്നും വായിക്കാം, അബുൽ അലമൈനി എന്നും വായിക്കാം. അതിൻ്റെ പ്രത്യേകമായ കാരണങ്ങളും അവിടെ വിശദീകരിച്ചിട്ടില്ലേ? ഇത് വിശദീകരിക്കാതെ ഈ രണ്ട് ഭാഗവും, അബുൽ അലമൈനി എന്ന ഭാഗവും അബുൽ ഇൽമൈനി എന്ന ഭാഗവും വിശദീകരിക്കാതെ പോയ ആരാളുള്ളത്? നോക്കൂ നിങ്ങൾ, എത്ര കിതാബുകളിൽ കാണാം ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് നൽകിയ അബുൽ ഇൽമൈൻ, അബുൽ അലമൈൻ ഈ രണ്ട് രൂപത്തിലും ആ പേര് വായിക്കാമെന്ന് വിശദമായിട്ട് പറയുന്നു. സുമ്മിയ ബി അബുൽ അലമൈൻ ലിഅന്നഹു റഫഅ ലിവാ അൽ ഗൈസിയ്യത്തി മറത്തൈൻ. ബഹുമാനപ്പെട്ടവര് ലിവാ ഉൽ ഗൈസിയ്യ 2 പ്രാവശ്യം അവിടെ നിന്ന് ഉയർത്തിയിട്ടുണ്ട്. അബുൽ ആലമീൻ എന്ന പേര് ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കുന്നു. അതിനുശേഷം അവിൽ മുറാദു ബി അബിൽ ഇൽമൈൻ, ആ പേര് മറ്റൊരു വീക്ഷണപ്രകാരം അബുൽ ഇൽമൈൻ എന്നാണ് അവിടുത്തെ പേര്. എന്താണ് കാരണം? ബി ഉലൂമിൻ നഫൂസി വ ഉലൂമിൽ ഖുലൂബി, ശാരീരികമായ ബാഹ്യമായ ഇൽമ് അവിടത്തേക്ക് ലഭിച്ചിട്ടുണ്ട്. വ ഉലൂമിൽ ഖുലൂബ്, ആന്തരികമായ തസവുഫിൻ്റെ ഇൽമും കിട്ടിയിട്ടുണ്ട്. വകിലൽ വജ്ഹൈനി ഖരീമുൻ ബിനിസ്ബത്തി ഇലൈഹി, ഈ 2 പ്രയോഗവും അഥവാ അബുൽ അലമൈനി എന്ന് വായിച്ചാലും അബുൽ ഇൽമൈനി എന്ന് വായിച്ചാലും ഇത് രണ്ടും ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ വിദൂരമായി കാണേണ്ടതില്ല. രണ്ടും ബഹുമാനപ്പെട്ടവർക്ക് യോജിച്ചത് തന്നെയാണ് എന്ന് ഇമാമുകളൊക്കെ വിശദീകരിക്കുകയാണ്. റിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറയുന്ന എല്ലാ കിതാബുകളിലും അതുണ്ട്. ഡസൻ കണക്കിന് കിതാബ് പറയാൻ കഴിയും നമുക്ക്. പക്ഷേ ഈ മൗലവി ഏതെങ്കിലും ഒരു കിതാബ് നോക്കിക്കൂടെ മൗലവി താങ്കൾക്ക്? ഇങ്ങനെ വന്ന് വഷളാകാൻ നിൽക്കണോ? ഇത് പറയുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു കിതാബ് മറിച്ച് വായിച്ചുകൂടെ? കിതാബ് തിരിയുന്നവരൊന്നും അക്കൂട്ടത്തിൽ ഇല്ലെങ്കിൽ വന്നോ, ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് ഇനി ഈ ഇതുപോലുള്ള മഹാമണ്ടത്തരങ്ങൾ ആവർത്തിക്കല്ലേ. വൈജ്ഞാനിക കേരളത്തിന് വലിയ നാണക്കേടുണ്ടാക്കുന്നതാണിത്. അതുകൊണ്ട് അക്കൂട്ടത്തിലെ കോമാട്ടുചാലിൽ അബ്ദുല്ലാക്ക് കിതാബ് അറിയൂല, അക്കൂട്ടത്തിലെ ഒരുത്തനും കിതാബ് അറിയൂല. അപ്പം ഇതൊന്നും അറിയൂലെങ്കിൽ ഇതുപോലുള്ള മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വന്നോ, പഠിപ്പിച്ചു തരാം, കിതാബ് ഓതി പഠിപ്പിച്ചു തരാം. അറിവില്ലായ്മക്കുള്ള മരുന്ന് അത് പഠിക്കൽ മാത്രമാണ് എന്ന് ഈ മൗലവിയെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തൊരു നാണക്കേടാണിത്! മഹാന്മാരായ ഞങ്ങളെ ആലിമീങ്ങൾ, ഞങ്ങളെ പണ്ഡിതന്മാർ, അവരുടെ മഹത്തായ ഇൽമ് വെച്ചുകൊണ്ട് 100 കണക്കിന് കിതാബുകൾ മുത്വാല ചെയ്ത ഞങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ അവരുടെ ഇൽമ് വെച്ചുകൊണ്ടൊരു കാര്യം പറയുമ്പോൾ അറിവില്ലായ്മയുടെ രാജാവായ താങ്കൾ അതിനെ ചോദ്യം ചെയ്യാൻ വന്നാൽ ഇതുപോലെ തന്നെയായിരിക്കും. മനസ്സിലായല്ലോ? അപ്പം അതുകൊണ്ട് അറിവില്ല എന്നത് ഒരു അലങ്കാരമായി കൊണ്ട് നടക്കരുത്. ഇനി മൗലവി പറയട്ടെ മറ്റൊരു കാര്യം. ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മല്ലം യകുല്ലഹു ശൈഖുൻ, ഒരാൾക്ക് ആത്മീയ ഗുരുവില്ലെങ്കിൽ ഫശൈഖുഹു ഇബ്ലീസ്, അവനെ നയിക്കുന്നത് ഇബ്ലീസാണ് എന്ന അർത്ഥത്തിൽ അതാ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് ആര്? വലിയ വലിയ ഔലിയാക്കന്മാര്. അതിനോട് യോജിപ്പിച്ചുകൊണ്ട് അവര് പറയുന്നത്, ആ പറഞ്ഞ ഷെയ്ഖ് ഞാനാണ്, എന്റെ ഷെയ്ഖ് എ പി ഉസ്താദുമാണ്. അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരെ പോലുള്ള കള്ളത്തൊരീഖത്തുകാർ ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനിക്കുന്ന, ദുരുപയോഗം ചെയ്യുന്ന ഒരു വാചകമാണത്. മല്ലം യകുല്ലഹു ഷെയ്ഖുൻ ഫ ഇബ്ലീസു ഷെയ്ഖുഹു, ഷെയ്ഖ് ഇല്ലാത്ത ഒരുത്തൻ്റെ ഷെയ്ഖ് പിന്നെ ഇബ്ലീസ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഷെയ്ഖ് വേണം. ആ ഷെയ്ഖ് ദാ കൊമാട്ടുചാലിൽ അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന മൗലവിയാണ്. വൈലത്തൂര് തങ്ങളുപ്പാപ്പ കാട്ടുകള്ളൻ എന്ന് പറഞ്ഞ ആ മൗലവിയാണ് എന്ന് പറഞ്ഞ ആളുകളെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി ദുരുപയോഗം ചെയ്യുന്നതാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും ഷെയ്ഖ് വേണമെന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശദമായിട്ട് ഇമാമുകൾ, ബഹുമാനപ്പെട്ട ഇമാം
ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തൻ്റെ ഫത്താവൽ ഹദീസിയയിലെ 76-ാമത്തെ പേജിൽ വിശദമായി പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങൾ അവിടുത്തെ അൽ അൻവാറുൽ ഖുദ്സിയ 1-ാം വാള്യം 64-ാമത്തെ പേജിലും വിശദമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഈ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ 4 തരത്തിലുള്ള ഷെയ്ഖന്മാരെ ഇമാമുകൾ പരിചയപ്പെടുത്തുന്നു. ഒന്ന് ഷെയ്ഖുത്ത് അലീം എന്നതാണ് ഒന്നാമത്തത്, അഥവാ ശരീഅത്തിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉസ്താദ്. രണ്ടാമത്തെ തബറുക്ക് എടുക്കാൻ പറ്റിയ മഹാന്മാർ, നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, അവരൊക്കെ മശായിഖു തബറുക്കാണ്. അതോടൊപ്പം ഷെയ്ഖു തർഖിയ, അതോടൊപ്പം ഷെയ്ഖു തർബിയ, ഇങ്ങനെ 4 ഇനം മശായിഖന്മാരുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഷെയ്ഖു തഅലീം എന്ന് പറയുന്ന ശരീഅത്തിൻ്റെ നിയമങ്ങൾ, നമുക്ക് മസ്അലകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന നമ്മുടെ ഉസ്താദുമാർ, ആ ഉസ്താദുമാർ എല്ലാവർക്കും വേണം. അങ്ങനെ ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന ഒരു ഉസ്താദ് നമ്മുടെ കയ്യിലില്ല എങ്കിൽ പിന്നെ നമ്മുടെ ഉസ്താദ് ആരായിരിക്കും? അത് പിശാച്ചായിരിക്കും എന്ന് മഹാന്മാരൊക്കെ പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഷെയ്ഖു തഅലീം എന്ന് പറയുന്ന ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ എല്ലാവർക്കും വേണം. അല്ല എങ്കിൽ ഇതുപോലുള്ള കള്ളത്തൊരീഖത്തുകാർ വരുമ്പോൾ പെട്ടുപോകും. ഇവിടെ നമുക്ക് നമ്മുടെ ഉലമാ ഉണ്ടായത് കൊണ്ടല്ലേ ഇതുപോലുള്ള കള്ളത്തരത്തിൽ നമ്മൾ ചെന്ന് വീഴാതിരുന്നത്. കുരുവട്ടൂരിസത്തെ പോലെ എത്രയോ കള്ളത്തൊരീഖത്തുകാരിവിടെ വന്നില്ലേ? ആ കള്ളത്തൊരീഖത്തിനെയൊക്കെ നമ്മുടെ മുൻഗാമികൾ നന്നായി നേരിട്ടു. ബഹുമാനപ്പെട്ട മമ്പുറന്നങ്ങൾ ഉപ്പാപ്പ, കൊണ്ടോട്ടി തങ്ങന്മാര് എന്ന് പറയുന്ന കള്ളത്തൊരീഖത്തിൻ്റെ കൃഷികൾ വന്നപ്പോൾ അവരെ നേരിട്ടു. അങ്ങനെ കഴിഞ്ഞ കാലത്ത് നമ്മുടെ ഉലമാഉം മശായിഖന്മാരും മൗലിയാക്കളും കള്ളത്തൊരീഖത്തുകാരെ സംബന്ധിച്ച് കൃത്യമായ അവബോധം നമുക്ക് നൽകി. പുത്തൻവാദികളെ സംബന്ധിച്ച് അവബോധം നൽകി, യുക്തിവാദികളെ സംബന്ധിച്ച് അവബോധം നൽകി. ഇന്നും നമ്മുടെ ഉലമാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഷെയ്ഖ് വേണം, ഇല്ല എങ്കിൽ ഇബ്ലീസ് ഷെയ്ഖാകും എന്ന് പറഞ്ഞത് ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന നല്ല പണ്ഡിതന്മാരായ ഉസ്താദുമാർ എല്ലാവർക്കും വേണമെന്നാണ്. എന്നാൽ ഷെയ്ഖു തർബിയത്ത് എന്ന് പറയുന്ന ആ ഷെയ്ഖ് ആർക്കുള്ളതാണ്? അത് ത്വരീഖത്തിലേക്ക് കടന്നു വരുന്ന മുരീദന്മാർക്കുള്ളതാണ്. ആ മുരീദാകാൻ എല്ലാവർക്കും യോഗ്യതയുണ്ടോ? ഇല്ല. ഈ നൗഷാദും ഇതുപോലുള്ള കള്ളത്തൊരീഖത്തിൻ്റെ കക്ഷികളും പറയുന്നത് പോലെ എല്ലാവർക്കും ത്വരീഖത്തിലേക്ക് ഇങ്ങനെ ടിക്കറ്റ് മുറിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. ഔലിയാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു, അവിടുത്തെ പേരിലാണല്ലോ ഇപ്പോൾ ഈ മഹാബദ്ധം പറഞ്ഞത്. ബഹുമാനപ്പെട്ടവർ തന്നെ വിശദമായിട്ട് പറയുന്നു. മഹാനവറുകൾ പറയാണ്, അള്ളിമു ശഅനൽ ഫുഖഹാഇ വൽ ഉലമാഇ കതഅലീമി ശഅനിൽ ഔലിയാഇ വൽ ഇർഫാൻ. മഹാന്മാരായ ഔലിയാക്കളെ പോലെ, മഹാന്മാരായ തസവുഫിൻ്റെ മശായിഖന്മാരെ പോലെ, ബഹുമാനപ്പെട്ട ശരീഅത്തിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാരെയും നിങ്ങൾ ആദരിക്കണം. അവർക്കിടയിൽ വിവേചനം കാണിക്കാൻ പാടില്ല. ഫഇന്ന ത്വരീഖ വാഹിദുൻ, കാരണം രണ്ടും ഒന്ന് തന്നെയാണ്. ശരീഅത്തൊന്ന് വേറെ, ത്വരീഖത്തൊന്ന് വേറെ, അങ്ങനെയില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. വഹാഉലാഇ വുറാസു ളാഹിരി ശരീഅത്തി വഹംലത്തു അഹ്കാമിഹ അല്ലദീന യുഅല്ലിമൂനഹ അന്നാസ്. കാരണം ശരീഅത്തിൻ്റെ പണ്ഡിതന്മാരെന്ന് പറയുന്നത് അവരാണ്, ഈ മഹത്തായ ശരീഅത്തിൻ്റെ വാഹകർ അവരാണ് ഈ ശരീഅത്തിൻ്റെ വാരിസീങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാരിസീങ്ങൾ. അതുപോലെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ അഹ്കാമിൻ്റെ വാഹകരും അവരാണ്. വബിഹാ യസ്ലുൽ വാസിലൂന ഇലല്ലാഹ്. ആ ശരീഅത്തിൻ്റെ അറിവ് പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ. ഇത് ലാ ഫായിദത ബിസ്സഈ വൽ അമലി അല ത്വരീഖി അൽ മുആയിരി ലിശ്ശറഈ. ഷറഇന് വിരുദ്ധമായ ഒരു ത്വരീഖത്തുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും അവിടെ പോയി എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല, അവൻ എവിടെയും എത്തൂല. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, വലു അബദല്ലാഹൽ ആബിദു 500 സന 500 ആമിൻ ബിത്വരീഖത്തിൻ ഗൈരി ശരീഅത്തിൻ ഫഇബാദത്തുഹു റാജിഅത്തുൻ ഇലൈഹി വവിസ്റുഹു അലൈഹി. ശരീഅത്തിന് വിരുദ്ധമായ ഏതെങ്കിലും ത്വരീഖത്തിൽപ്പെട്ട ഒരാൾ 500 കൊല്ലം ഇബാദത്ത് ചെയ്താലും
അവന് യാതൊരു ഫലവുമില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ഭവിഷ്യത്ത് അവൻ തന്നെ വഹിക്കേണ്ടി വരും. വലാ യുഖീമു ലഹു അല്ലാഹു യൗമൽ ഖിയാമത്തി വസ്ന, അവന് അല്ലാഹു തആല പരലോകത്ത് വരുമ്പോൾ ഒന്നും കൊടുക്കൂല. വറകഅതാനി മിൻ ഫഖീഹിൻ ഫീ ദീനിഹി അഫ്ദലു ഇൻദല്ലാഹി മിൻ അൽഫി റകഅത്തിൻ മിൻ ഫഖീരിൻ ജാഹിലിൻ ഫീ ദീനിഹി. ദീനിൽ അറിവുള്ള ഒരു പണ്ഡിതൻ 2 റകഅത്ത് നിസ്കരിക്കുന്നത് ഒരു ജാഹിലായ മനുഷ്യൻ 2000 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഫഇയ്യാകും വഇഹ്മാല ഹുഖൂഖൽ ഉലമാ, അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ അവഹേളിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. വഅലൈക്കും ബിഹുസ്നിൽ ദന്നി ഫീഹിം ജമീഅ, മഹാന്മാരായ പണ്ഡിതന്മാരെ സംബന്ധിച്ച് നല്ലത് ധരിക്കേണ്ടതുണ്ട് നിങ്ങൾ. വഅമ്മാ അഹ്ലുത് തഖ്വാ മിൻഹുമുൽ ആമിലൂന ബിമാ അല്ലമഹുമുല്ലാഹു ഫഹുമുൽ ഔലിയാ വലൽ ഹഖീഖത്തി ഫൽതകും ഹുർമത്തുഹും ഇൻദകും മഹ്ഫൂള. അപ്പോൾ ഈ ശരീഅത്തിന്റെ ഉലൂം പഠിച്ച് അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നവരാണ് യഥാർത്ഥത്തിൽ ഔലിയാക്കൾ. ആ ഔലിയാക്കളെ നീ ആദരിക്കണം. അല്ലാതെ ശരീഅത്തിന് വിരുദ്ധമായി ഒരു അറിവില്ലാതെ ഇതുപോലെ അറിവുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ മുഴുവനും അവഹേളിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്ന കള്ളന്മാരെ കൂടെ പോയി നിങ്ങളുടെ ഈമാൻ നശിപ്പിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അവിടുത്തെ അൽ ബുർഹാനുൽ മുഅയ്യദ് എന്ന കിതാബിൽ നമുക്ക് ഈ വിശദമായിട്ട് അവിടുത്തെ ഉപദേശം കാണാൻ കഴിയും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം, മഹാന്മാരായ പണ്ഡിതന്മാർ ഔലിയാക്കൾ അവരെ ആദരിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ ഇമാമും ഷാഫി ഇമാമൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇല്ലം യകുനിൽ ഫുഖറാഉ ഔലിയാ അല്ലാഹ് ഫിൽ ആഖിറതി ഫമാ ലില്ലാഹി വലിയുൻ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അത് ദീൻ പഠിച്ച പണ്ഡിതന്മാർ ഔലിയാക്കളല്ലെങ്കിൽ അള്ളാഹ്ക്ക് പിന്നെ ഔലിയാക്കളില്ല എന്ന് ഇമാമിൻ്റെ ഷാഫിഈ തങ്ങളും അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞത് ഇമാം നബവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിലും അതുപോലെ തന്നെ ഖതീബുൽ ബാഗ്ദാദി തങ്ങളൊക്കെ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ കീഴിൽ തന്നെയാണ് നിൽക്കേണ്ടത്. ആ പണ്ഡിതന്മാർ പറഞ്ഞതാണ് അനുസരിക്കേണ്ടത്. ഇതുപോലുള്ള ജാഹിലീങ്ങൾ വന്നാൽ ആ ഉലമാ പറഞ്ഞതിനെ അവർ ആക്ഷേപിക്കും, പരിഹസിക്കും. അത് ഇവരുടെ ജഹാലത്താണ്. അതുകൊണ്ടാണല്ലോ റിഫായി ശൈഖ് റളിയല്ലാഹുവിൻ്റെ പേര് അബുൽ ഇൽമൈനി എന്ന് വായിച്ചപ്പോഴേക്ക് അത് തെറ്റാണെന്നും അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ആഘോഷിച്ച് വന്ന ഈ ജാഹില് ഇവനറിയോ എന്താണ് ഇമാമുകൾ മഹാന്മാരായ ഔലിയായിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്? അപ്പം ഞാൻ പറയുന്നത് ഷെയ്ഖു തർബിയത്ത് എന്നുള്ളത് ആർക്കാണ്? ത്വരീഖത്തിൽ പ്രവേശിച്ച മുരീദന്മാർക്കുള്ളതാണ്. ആ മുരീദന്മാർക്ക് ഒരുപാട് യോഗ്യതകൾ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖാല ഷെയ്ഖ് അബ്ദുല്ലാഹിൽ ഖാനി റഹ്മത്തുല്ലാഹി അലൈഹി, ബഹുമാനപ്പെട്ടവർ പറയാണ്, അവ്വലൻ തുസഹിഹിൽ അഖായിദ്, ഒരു മുരീദാകാൻ ത്വരീഖത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാലിക്കാകാൻ ആദ്യം വേണ്ടത് വിശ്വാസം ശരിയാക്കണം. ബിമുഖ്തദൽ കിതാബി വസ്സുന്നതി അലാ തുബിഖി മാ ഫഹിമ ഉലമാഉ അഹ്ലിൽ ഹഖി, നമ്മുടെ ഉലമാ പണ്ഡിതന്മാർ മനസ്സിലാക്കിയതുപോലെ ഖുർആനും സുന്നത്തും അനുസരിച്ച് നമ്മുടെ വിശ്വാസം ശരിപ്പെടുത്തണം. ആദ്യം ചെയ്യേണ്ടത് അതാണ്. പണ്ഡിതന്മാരുടെ വാക്ക് കേട്ട് അവരെങ്ങനെയാണോ നമ്മുടെ വിശ്വാസം പഠിപ്പിക്കുന്നത് അതുപോലെ വിശ്വസിക്കണം. വസാനിയൻ, രണ്ടാമതായി ത്വരീഖത്തിലേക്ക് കടന്നു വരുന്ന ഒരു മുരീദിന് വേണ്ട യോഗ്യത അൽ ഇൽമു ബിൽ അഹ്കാമി ശരീഅത്തി മിനൽ ഹലാലി വൽ ഹറാമി വൽ ഫർളി വൽ വാജിബി, ഫർളും വാജിബും ഹറാമും ഹലാലൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഫിഖ്ഹ് നന്നായി പഠിച്ച ഒരു നന്നായിട്ട് കിതാബ് അറിയുന്ന ഇൽമുള്ള ഒരാളായിരിക്കണം. വസാലിസൻ, മൂന്നാമതായി വേണ്ടതിൽ അമലു ബി മുഖ്തദാ ഹാദൽ ഇൽമി, ഈ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം. പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്നത് ഹറാമാണെന്ന് പഠിച്ചാൽ ആ പണ്ഡിതന്മാരെ പിന്നെ ആക്ഷേപിക്കാൻ പാടില്ല. വറാബിഅൻ, നാലാമത്തത് വേണ്ടത് അസ്സുലൂഖു ഫീ ത്വരീഖത്തി തസവ്വുഫി വത്തസ്കിയത്തിൽ മുഖ്തസദി ബിസ്സൂഫിയത്തിൽ കിറാമി ഖദ്ദസല്ലാഹു അസ്റാറഹും. പിന്നെയാണ് നാലാമത്തെ സ്റ്റെപ്പാണ് ഈ ത്വരീഖത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ഒരു മുരീദിന് വേണ്ട യോഗ്യതകളുണ്ട്. ആ യോഗ്യതകൾ കൈവരിച്ചവർക്കാണ് ഒരു മുരീദ് എന്ന് പറയാൻ പറ്റും. ആ മുരീദിനെ, അങ്ങനെയുള്ള മുരീദന്മാർ, യോഗ്യത കൈവരിച്ച മുരീദന്മാർ, അവരെ നിയന്ത്രിക്കാനുള്ളവരാണ് ഷെയ്ഖു തർബിയത്ത് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം റഹ്മത്തുല്ലാഹി അലൈഹി അവിടുന്ന് തൻ്റെ അൽബാബു സാബി ഫി ആദാബിൽ മുരീദ് ഫി നഫ്സിഹി എന്ന് പറഞ്ഞിട്ട് ഷറഹുൽ ഹിക്കമിൻ്റെ ഒരു ഭാഗം വിശദീകരിച്ച് അവിടുന്ന് പറയുന്നതായി കാണാൻ കഴിയും. ഫബിദായാത്തുൽ ഉമൂരി
ഒരു മുരീദിന് ആദ്യമായി അടിസ്ഥാനപരമായി വേണ്ടത് അല്ലത്തി യജിബു അൻ യുറാഇയഹൽ മുരീദ് സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വലാ ഇനാലിൽ മുരീദി ഫീ ഹാദിൽ ഖസ്മി അൻ തഹ്സീലി മാ യഹ്താജു ഇലൈഹി മിനൽ ഉലൂമി ശർഇയ്യത്തി അലാ മാ യൻബഗി. ഈ ശരീഅത്തിന്റെ ഇൽമ പഠിച്ചവരായിരിക്കണം എന്നതാണ് ഒരു മുരീദിന് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശരീഅത്ത് പഠിച്ചവർക്കേ മുരീദാകാൻ പറ്റുള്ളൂ. ഇത് ഏത് ജാഹിലും ഫേലും ഫായിലും തീരൂല, ഫതഹ് കസറോടഞ്ഞാൽ വായിക്കാൻ അറിയൂല, അങ്ങനെയുള്ള ജാഹിലിയങ്ങൾ ഞങ്ങളൊക്കെ ത്വരീഖത്തിലേക്ക് കടന്നു എന്ന് പറഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് സഹതാപ തോന്നാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മുരീദന്മാർക്ക് ഒരു തെർബിയത്തിൻ്റെ ഷെയ്ഖ് വേണം. ആ തെർബിയത്തിൻ്റെ ഷെയ്ഖ് ആരാണ്? അതിന് വേറെ യോഗ്യതകൾ വേണം. അങ്ങനെ യോഗ്യരായ ആളുകളെ കണ്ടെത്തേണ്ടത് ആരാണ്? മുരീദന്മാരായ ആളുകളാണ്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കള്ളന്മാർ ആളുകളെ പറഞ്ഞ് പറ്റിക്കും, അതിൽ ആരും പെട്ടുപോകരുത് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. മുരീദിൻ്റെ യോഗ്യതകൾ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ അൻവാറുൽ ഖുദ്സിയയുടെ 1-ാം വാള്യം 66-ാമത്തെ പേജിലും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ വിശദമായിട്ട് വായിക്കുന്നില്ല. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ അബദ്ധങ്ങളും അപകടങ്ങളും മാത്രമാണ് ഈ മൗലവിമാർ പറഞ്ഞു വരുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, നമ്മുടെ രാഷ്ട്രീയ നിലപാട് വളരെ കൃത്യമായി ആരുടെ മുമ്പിലും നമ്മുടെ ഉലമാ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമുക്ക് രാഷ്ട്രീയ പാർട്ടികളോട് തുല്യ അകലമാണുള്ളത്. ഇടതുമില്ല വലതുമില്ല, നമ്മൾ സ്ട്രൈറ്റായിട്ട് പോകും. അങ്ങനെയുള്ള നിലപാട്, ധീരമായ നിലപാടെടുത്ത പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. നമുക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരു പ്രയാസവുമില്ല. ഇന്ന് ദേശീയ തലത്തിലെ വരെ എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വേരുകളുണ്ട്, കണ്ണികളുണ്ട്. എല്ലാ സംസ്ഥാന ഘടകങ്ങളും രൂപീകരിച്ചൊരു ദേശീയ പാർട്ടിയായി വളരാൻ മാത്രം വളർന്നു കഴിഞ്ഞിട്ടുണ്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ഈ പ്രസ്ഥാനം. പക്ഷേ രാഷ്ട്രീയം എന്നത് നമ്മുടെ ലൈന് അല്ലാത്തതുകൊണ്ട്, കക്ഷി രാഷ്ട്രീയം എന്നത് നമ്മുടെ ലൈൻ അല്ലാത്തതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് ചിന്തിച്ചിട്ടില്ല, ഇനി ചിന്തിക്കാനും പോകുന്നില്ല. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മെ അറിയുന്നവർക്കെല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ നൗഷാദ് അദ്ദേഹത്തിൻ്റെ അജ്ഞത കൊണ്ട് മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചപ്പോഴേക്ക് രാഷ്ട്രീയം എന്ന വാക്ക് കേട്ടപ്പോഴേക്ക് അത് കക്ഷി രാഷ്ട്രീയമാണ് എന്ന് തെറ്റിദ്ധരിച്ചു. നൗഷാദിനെ നമ്മൾ പഠിപ്പിച്ചിരുന്നു. രാഷ്ട്രീയം എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഈ മൗലവി അജ്ഞത തലയിൽ ഉറച്ചുപോയ ഇദ്ദേഹത്തിന് കിതാബ് ഏതായാലും തിരിയൂല. എന്നാൽ മലയാള പദമല്ലേ രാഷ്ട്രീയം എന്നത്? ആ മലയാള പദത്തിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എത്രയെത്ര പദങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് രാഷ്ട്രീയം. അത് കക്ഷി രാഷ്ട്രീയം മാത്രമാണ് എന്ന് ധരിക്കാൻ മാത്രം വിഡ്ഢിയായി പോയല്ലോ നൗഷാദേ. അത് തിരുത്തി തന്നിട്ടെങ്കിലും ഈ വിഡ്ഢിത്തം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? നൗഷാദ് പറയട്ടെ. കുറച്ച് കാലങ്ങളായി ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സമുദായ രാഷ്ട്രീയ പാർട്ടി ഇവിടെ നിലവിലുണ്ട്. അതുപോലെ തന്നെ പല രാഷ്ട്രീയ പാർട്ടിയുണ്ട്. ഇവൽക്കുണ്ടാവുമല്ലോ ഒരു പുതിയൊരു MLA MP ഒക്കെ ആവാനായിരിക്കും. ഞങ്ങളുള്ള കാലത്ത് തന്നെ അതിൻ്റെ ചർച്ചകളുണ്ട് ഉള്ളിൽ. പിന്നീട് മുസ്ലിം ജമാഅത്ത് രൂപീകരിച്ചപ്പോൾ അതൊന്നുകൂടി സജീവമായി. ഇന്ന് അത് വളരെ ശക്തമായി ഉള്ളറകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറുതെ പറയല്ല, അതിൻ്റെ കൃത്യമായ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? സുന്നികൾക്കൊരു രാഷ്ട്രീയ പാർട്ടി എന്ന രൂപത്തിൽ ഇവിടെയുള്ള നിലവിലുള്ള സമുദായ പാർട്ടിയെ തോൽപ്പിച്ചു ഓവർടേക്ക് ചെയ്ത് ഇവിടെ രാഷ്ട്രീയപരമായി മുന്നോട്ടു പോകാനുള്ള കുതന്ത്രങ്ങൾ ഇവരുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെയല്ല, എല്ലാ വിഷയങ്ങളുടെയും വോയിസും വീഡിയോ ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. മാത്രമല്ല, അത് പലപ്പോഴും അറിയാതെ പുറത്തു വരാറുമുണ്ട്. അതിൻ്റെ തെളിവാണ് യുവജന സമ്മേളനം എന്ന പേരിൽ അടുത്ത ഡിസംബറിൽ നിങ്ങൾ തൃശ്ശൂരിൽ വെച്ച സമ്മേളനം. അതിൻ്റെ പ്രമേയം തന്നെ ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയമെന്നാണ്. അപ്പോൾ എങ്ങനെയുണ്ട് സഹോദരങ്ങളെ? ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നത് ഒരു കൊല്ലക്കാലമായി നമ്മുടെ പ്രസ്ഥാനം വിവിധങ്ങളായ പദ്ധതികളിലൂടെ അത് വിശദീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാഷ്ട്രീയ ബോധം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തിന്മയ്ക്കെതിരെ പ്രതികരിക്കുവാനുള്ള മനോധൈര്യം എന്നതാണ്.
ആ ഒരു മനോഭാവം, ആ ഒരു മെന്റാലിറ്റി, ആ ഒരു പൊതുബോധം ഉണ്ടാക്കി തീർക്കലാണ് ലക്ഷ്യം. നിങ്ങളിൽ ഒരു നന്മ, മൻ റആ മിൻകും മുൻകറൻ ഫല്യുഅയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി ഫദാലിക അദ്അഫുൽ ഈമാൻ എന്ന ഹദീസിന്റെ ആശയമാണ് ആ പ്രമേയമുള്ളത്. അപ്പം അത് ആർക്കും മനസ്സിലാകുന്നൊരു കാര്യമാണ്. രാഷ്ട്രീയം എന്നാൽ കക്ഷി രാഷ്ട്രീയമല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ജാഹിലിനത് മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് ഇവൻ പറയാണ്, നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനുള്ള ആഗ്രഹമുണ്ട്, ഒരു MLA യും MP ഒക്കെ ആകാനുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ പ്രസ്ഥാനത്തിനും നേതാക്കൾക്കും ഇല്ല എന്നത് ഇവിടെ കേരളത്തിൽ വിവരവും വിദ്യാഭ്യാസവുമുള്ള ഏതൊരാൾക്കും അറിയുന്നൊരു കാര്യമാണ്. അങ്ങനത്തെ ഒരു ആഗ്രഹം ഇല്ലാത്തത് നമ്മുടെ പ്രസ്ഥാനം മാത്രമായിരിക്കും. ഭൗതികമായ ഒരു കാര്യലാഭവും ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ഇവിടെ ഓഫർ ചെയ്യപ്പെടുന്നില്ല എന്നല്ല, ഭൗതികമായ പല നഷ്ടങ്ങളുമായിരിക്കും ഉണ്ടാകുക. ആഖിറം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവരുണ്ടോ അവരെ മാത്രമാണ് ഈ പ്രസ്ഥാനം ഉൾക്കൊള്ളുന്നത്. എന്നിട്ട് ഇവൻ പറയുന്നു, ഇവൻ്റെ കയ്യിൽ എന്തുണ്ട്, വോയിസും വീഡിയോസൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പുറത്തു വിടണമെങ്കിൽ ആൾ മരിക്കണം. ആരുടെ വോയിസാണോ ഉള്ളത്, ആരുടെ വീഡിയോ ആണുള്ളത്, അയാൾ മരിച്ചാലേ പുറത്തു വിടുള്ളൂ. കാരണം ജീവിച്ചിരിക്കുന്ന സമയത്ത് പുറത്തു വിട്ടാൽ ഇവരുടെ കാപ്പട്യം, വഞ്ചന പുറത്തു വരും. ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങളുപ്പാപ്പാൻ്റെ വോയിസ് എന്ന് പറഞ്ഞു കൊടുന്നില്ലേ? തങ്ങളുപ്പാപ്പ ഇവിടെ അവിടുത്തെ ജീവിതകാലം മുഴുവനും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി ജീവിച്ചിട്ട് അക്കാലത്തൊന്നും പുറത്തുവിടാത്തൊരു സാധനം തങ്ങളുപ്പാപ്പ ഹയാത്തിലുള്ള സമയത്ത് ഇവന്മാരെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനത്തെ തങ്ങളുപ്പാപ്പാൻ്റെ വോയിസ് അവിടെ നിന്ന് വഫാത്താകുന്നത് വരെ പുറത്തു വിട്ടില്ല. കാരണം വഫാത്തിന് മുമ്പ് പുറത്തുവിട്ടാൽ തങ്ങൾ ഇവരെ നന്നായിട്ട് കൈകാര്യം ചെയ്യും, അല്ലേ? ഈ തോന്നിവാസത്തിന്. അപ്പോൾ നൗഷാദ് പിന്നെയും പറയാണ്, അവൻ്റെ കയ്യിൽ കുറേ വോയിസ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, അങ്ങനെ തെളിവുകളുടെ കൂമ്പാര അവരുടെ കയ്യിലുണ്ട്. വീടടോ പുറത്ത്, അത് പുറത്തുവിടെ. ഒരല്പമെങ്കിലും പറയുന്ന സത്യത്തിൻ്റെ ഒരു ലാഞ്ചനയുണ്ടെങ്കിൽ പുറത്തുവിട്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ നിലപാടെന്താണ് എന്നത് വളരെ വ്യക്തമായി ഇവിടെയുള്ള കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നത്, കക്ഷി രാഷ്ട്രീയം എന്നത് ഞങ്ങളുടെ അജണ്ടയെ അല്ല. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ നിമിഷങ്ങൾക്കകം അത് പ്രഖ്യാപിക്കപ്പെടുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു തീരുമാനമില്ല. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപിത ലക്ഷ്യം തന്നെ എന്താണ്? ഏത് രാഷ്ട്രീയക്കാരോടും സമദൂര സിദ്ധാന്തമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ അറിവില്ലായ്മയാണ്. മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന് കേട്ടപ്പോഴേക്ക് അത് കക്ഷി രാഷ്ട്രീയമാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് മൗലവി. അനീതികൾക്കെതിരെ, അക്രമത്തിനെതിരെ, അരുതായ്മകൾക്കെതിരെ ശബ്ദിക്കുവാനുള്ള, പ്രതികരിക്കുവാനുള്ള, വിയോജിക്കുവാനുള്ള ഒരു മെൻറ്റാലിറ്റിയാണ്, ആ ഒരു മാനസിക ചിന്തയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ബോധം എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഞങ്ങളുടെ തെരുവീതികളിലൊക്കെ ഞങ്ങളെ പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങളെ ഏതെങ്കിലും ഒരു ഗ്രാമസമ്മേളനത്തിൽ വന്ന് ആ പ്രഭാഷണം ഒന്ന് കേൾക്കണം മൗലവി, മനസ്സിലായോ? ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ ഞങ്ങൾ എന്നെ ഇഷ്ടം പോലെ ഗ്രാമസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. എവിടെയെങ്കിലും വന്ന് കേട്ട് പഠിക്കണം. പഠിക്കാതെ ജഹാലത്തിലായി മാത്രമേ ഞാൻ തുടരൂ എന്ന് വാശി പിടിക്കേണ്ട കാര്യം എന്താണ് നൗഷാദ് മൗലവി തങ്ങൾക്കുള്ളത്? ദീനുമില്ല, ദുനിയാവുമില്ല, ഭൗതികമായ ഒന്നും അറിയൂല, മതപരമായ തീരെ അറിയൂല. എന്നാൽ ഒരു മലയാള പദത്തിൻ്റെ അർത്ഥമെങ്കിലും നന്നായിട്ട് പഠിക്കാൻ മറ്റുള്ളവർ പറഞ്ഞിട്ടെങ്കിലും പഠിക്കാൻ ശ്രമിക്കണ്ടേ? അതുമില്ലാതിരുന്നാൽ പിന്നെന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെ അന്നാസു അദാഉ മാ ജഹിലു എന്ന ആപ്തവാക്യം ഈ നൗഷാദിനും കുരുവട്ടൂരികൾക്കും നന്നായി ചേരുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി. അതുകൊണ്ട് തന്നെ ഈ കക്ഷികൾ അവരുടെ അറിവില്ലായ്മ മാത്രമാണ് ഇവരുടെ മൂലധനം എന്നത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല ഇത്തരം കക്ഷികളുടെ ഷർറിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.